ഗൈസ്, വെൽക്കം ടു ലാൻസ് ട്യൂഷൻ. സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്നായിരിക്കും അല്ലേ? ഒന്നുമില്ല, ഒരു കഥ പറഞ്ഞുതരാം, ചെറിയൊരു കഥ. ഒന്ന് നോക്കിയേ, ഇത് നമ്മുടെ റോസി ചേച്ചീൻ്റെ ഷോപ്പാണ് കേട്ടോ. ചേച്ചിക്ക് എന്താ പണി? സ്വീറ്റ് ആയിട്ടുള്ള നല്ല ബേക്കറി ഐറ്റംസ് ആണ് വിൽക്കുന്നത്. നല്ല നല്ല സ്വീറ്റ് ആയിട്ടുള്ള കേക്കും ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ ഒരു റോസി ചേച്ചീൻ്റെ കടയിൽ കിട്ടും കേട്ടോ. അപ്പോഴാണ് ഇവർ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ല. അപ്പോൾ ഇവർ കാണും ഒരു 10 കിലോൻ്റെ കേക്കിൻ്റെ ഒരു ഓർഡർ വന്നു. എന്താണ് 10 കിലോൻ്റെ കേക്ക് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വാങ്ങണ്ടേ? അപ്പോൾ റോസി ചേച്ചി ആകെ സങ്കടത്തിലായി. എന്ത് ചെയ്യും? ഇതിന് മാത്രമുള്ള ഫണ്ട് എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, ഞാൻ എന്താ ചെയ്യുക? അധികം ലാഭമൊന്നും കിട്ടി തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ റോസി ചേച്ചി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ആരുടെ അടുത്തേക്ക് പോയത്? നമ്മുടെ ബാബു ചേട്ടൻ്റെ അടുത്തേക്ക് പോയത് അല്ലേ. അപ്പം ബാബു ചേട്ടനോട് പറഞ്ഞു, ബാബു ചേട്ടാ, എനിക്ക് 10 കിലോൻ്റെ കേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്താ ചെയ്യുക? എൻ്റെ അടുത്ത് ഫണ്ട് ഇല്ല, എനിക്ക് സാധനം വേണം, പക്ഷെ എൻ്റെ അടുത്ത് പൈസ തരാനില്ലല്ലോ എന്ന് പറയും. അപ്പം ബാബു ചേട്ടൻ എന്താ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എൻ്റെ അടുത്ത് നിന്ന് ഇതാക്കണ്ടോ കേക്കിന് ബേക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കോ, ഒന്നും പേടിക്കണ്ട, ഒരു മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഫണ്ട് തന്നാൽ മതി, നിങ്ങൾക്ക് പൈസ കിട്ടുന്ന സമയത്ത് എന്ന് പറയും. ഒരു മാസം എന്ന ഒരു പീരീഡ് കൊടുത്തു. ഇപ്പം ഇവിടെ എന്താ ബാബു ചേട്ടൻ ചെയ്തല്ലേ? നമുക്ക് കടത്തിന് സാധനം കൊടുത്തു അല്ലേ. അപ്പം കടത്തിന് സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആവശ്യം എന്തായിരുന്നു? സാധനം വേണം. ആ സാധനത്തിനുള്ള ഫണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് സാധനം കിട്ടി. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ പറയാ? ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ട്രേഡ് ക്രെഡിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വാട്ട് ഈസ് ട്രേഡ് ക്രെഡിറ്റ്? ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് എക്സ്റ്റെൻഡഡ് ബൈ ദ വൺ ട്രേഡർ ടു അനദർ ഫോർ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കച്ചവടക്കാരൻ മറ്റൊരു കച്ചവടക്കാരന് കടത്തിന് സാധനം കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക? ട്രേഡ് ക്രെഡിറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിൻ്റെ പുറത്തൊക്കെ ഉള്ള ഷോപ്പുകളിൽ പോയിട്ട്, ചേട്ടാ 1 കിലോ അരി തന്നെ, അടുത്ത ദിവസം പിന്നെ 10 എഴുതിക്കോളൂ, അല്ലെങ്കിൽ പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധനം കൊണ്ടുവരാറില്ലേ? അതൊരു തരത്തിലേക്ക് ട്രേഡ് ക്രെഡിറ്റ് ആണ്. പക്ഷെ അവിടെ എന്താണ്? നമ്മൾ കസ്റ്റമർ എന്ന രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഇതെന്താണ്? ഒരു കച്ചവടക്കാരൻ മറ്റൊരു കച്ചവടക്കാരന് കൊടുക്കുന്നതാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഇതിന് എന്തുണ്ട്? മെറിറ്റും ഉണ്ട്, ഡീമെറിറ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. വാട്ട് ആർ ദ മെറിറ്റ്സ്? ആദ്യത്തെ വന്ന് എന്താണ്? കൺവീനിയൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണെന്ന് വന്നു അല്ലേ. എന്താണ്? വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള, കൺവീനിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൗകര്യപ്രദമായിട്ടുള്ളൊരു ഫിനാൻസ് ചെയ്യുന്ന രീതിയാണ് ഏത്? ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് എന്തിനാ ഫണ്ടിന് ആവശ്യം വരുന്നത്? നമുക്ക് സാധനം വാങ്ങാനാണ് അല്ലേ. പക്ഷെ ആ ഒരു സാധനം വാങ്ങാനുള്ള സാധനം ഇവരെന്താ കടത്തിന് തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം അവിടെ നിറവേറ്റുന്നില്ലേ? അപ്പോൾ കുറച്ചും കൂടി സൗകര്യം എന്താണ്? ഈ ഒരു ട്രേഡ് ക്രെഡിറ്റ് എടുക്കുന്നതല്ലേ. കണ്ടില്ലേ, ഇവരെന്താ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുക. എന്താ ചെയ്യുക? എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവരെന്താണ്? നമ്മുടെ സപ്ലയർ എവിടെയാണ്? ആരാണ്? നമ്മുടെ സപ്ലയർ ആണ്. സപ്ലയർ പറയുകയാണ് എന്താണ്? ഐ ക്യാൻ ഗിവ് യു ഗുഡ്സ് ഫോർ ക്രെഡിറ്റ്. നിങ്ങൾ എന്താണ് കടത്തിന് ഞാൻ സാധനം തരാം എന്ന് പറയുമ്പോൾ എന്താ? കുറച്ചും കൂടി സൗകര്യമായില്ലേ. അപ്പം അതാണ് ആദ്യത്തെ നമ്മുടെ മെറിറ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ എന്താണ് വരുന്നത്? ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഹയർ ഇൻവെൻട്രി ലെവൽ എന്ന് പറയുന്നത്. എന്താ ഇൻവെൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ? സ്റ്റോക്ക് കീപ്പ് ചെയ്യുക. നമ്മൾ സാധനങ്ങൾ ഓൾറെഡി ഉള്ള ഡിമാൻഡിനനുസരിച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ പോരാ. ചിലപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു കസ്റ്റമർ വന്നിട്ട് നമ്മളോട് ചോദിക്കും, കുറച്ച് എക്സ്ട്രാ നിങ്ങൾ എനിക്ക് സാധനം താ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഓൾറെഡി നമ്മൾ അതെന്താണ് ശേഖരിച്ച് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം അല്ലേ. അപ്പോൾ ആ ഹയർ ഇൻവെൻട്രി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ? ട്രേഡ് ക്രെഡിറ്റ് സഹായിക്കുന്നുണ്ട്. കാരണം കടത്തിന് നമുക്ക് കിട്ടുന്ന സാധനമാണ്, നമുക്ക് മുൻകൂട്ടി സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഹയർ ഇൻവെൻട്രി ലെവൽ. അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്ത നോക്കാം. ഇൻക്രീസ്ഡ് സെയിൽസ്. എങ്ങനെയാണ്? നമ്മൾ സെയിൽസ് കൂടുന്നുണ്ട്, ഇൻവെൻട്രി നമ്മൾ ഓൾറെഡി കീപ്പ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് വേഗം ഗ്രാബ് ചെയ്തിട്ട് നമ്മുടെ സെയിൽസ് കൂട്ടാൻ പറ്റും. കാരണം സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ എന്താണ്? റെഡിലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഡിമാൻഡിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നു, നമ്മളെടുത്ത് പൈസ കിട്ടുന്നു. അപ്പോൾ അതെന്താണ്? ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം 3 മെറിറ്റ്സ് പഠിച്ചിട്ടുണ്ട്. ഈ 3 മെറിറ്റ്സ് നിങ്ങൾ മറക്കില്ലല്ലോ, ഉറപ്പല്ലേ? ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താണ്? മെറിറ്റ്സ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഒരു കാര്യം ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെന്തുണ്ടാകും? ദോഷങ്ങൾ ഉണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ആണ്. ആദ്യത്തെ ലിമിറ്റേഷൻ നോക്കിയേ, ചാൻസ് ഓഫ് ഓവർ ട്രേഡിങ്. ഇത് നമുക്ക് ഡെയിലി അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് കേട്ടില്ലേ?
ഇല്ലേ? ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഓൾറെഡി ക്രെഡിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് കടം ഓൾറെഡി നമ്മൾ ബാങ്ക് തരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സാധനങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വാങ്ങിക്കൂട്ടും. പിന്നെ അടച്ചാൽ മതിയല്ലോ എന്ന് ആലോചിച്ചിട്ട് അവസാനം ബില്ല് അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ആകെ കഷ്ടപ്പെടും അല്ലേ? അപ്പൊ അവിടെ എന്താണ്? ഓവർ ട്രേഡിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്? കടത്തിന് സാധനം കിട്ടുമ്പോൾ നമ്മൾ ട്രേഡർ എന്ത് ചെയ്യും? ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ വാങ്ങി വെക്കും. പക്ഷെ അത്രയ്ക്കൊന്നും ഡിമാൻഡിന് അത്രയൊരു സ്റ്റോക്കിന് ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യം വരുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ അത് ഓവർ ട്രേഡിങ് അല്ലെങ്കിൽ നമ്മുടെ ചെലവ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞത് ഓവർ ട്രേഡിങ്ങിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. അതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ വരുന്നത്. രണ്ടാമത്തെ എന്താ? ലിമിറ്റഡ് ഫണ്ട്. ഇതെന്താണ്? നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഒരു എന്ത് തരികയാണ് അവർ? ഒരു കടത്തിന് സാധനം അല്ലെങ്കിൽ ചെറിയൊരു നമുക്ക് എന്താണ് ഒരു ഡിസ്കൗണ്ട് പോലെ അല്ലെങ്കിൽ സാധനം വാങ്ങുമ്പോൾ നമുക്ക് കടത്തിനായിട്ട് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ ഒരിക്കലും 1 കോടിൻ്റെ ഫണ്ട് എനിക്ക് കിട്ടുക അല്ലെങ്കിൽ 1 കോടിൻ്റെ സാധനങ്ങൾ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ 20 കോടിൻ്റെ സാധനങ്ങൾ എനിക്ക് കടത്തിന് തരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിരിക്കില്ല. അത് നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള കഴിവിനെ ബേസ് ചെയ്തിരിക്കും. പിന്നെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് എന്താണ് ഈ ഒരു ലിമിറ്റഡ് ഫണ്ട്? നമുക്ക് ഒരുപാട് ഫണ്ടൊന്നും ഇതിന്ന് റേസ് ചെയ്യാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ ഡീമെറിറ്റ് ആയിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ നോക്കിയാലോ, ഹയർ കോസ്റ്റ്. ചെലവ് എങ്ങനെയാ കൂടുന്നത്? എങ്ങനെയാ? നമുക്ക് സാധനം കടത്തിനല്ലേ തരുന്നത്, നമുക്ക് പിന്നീട് അടച്ചു കൊടുത്താൽ പോരെ, പിന്നെ എങ്ങനെയാണ് അത് ചെലവ് കൂട്ടുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിന് ഉത്തരം പറഞ്ഞുതരാം. നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഇവിടെ എന്താ കൂടുതലായിട്ട് നമ്മൾ സാധനം വാങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ഇനി നമ്മൾ കടത്തിന് വാങ്ങുമ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് അടയ്ക്കാനാണ് ആര് പറഞ്ഞത്? നമ്മുടെ ബാബുചേട്ടൻ പറഞ്ഞത്. ഈ 1 മാസം കഴിഞ്ഞ് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായിരിക്കും? ഇവരെനിക്ക് ആദ്യം ഡിസ്കൗണ്ടിൽ തരാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടാണ്ടാവും. ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും തിരിച്ചു അങ്ങോട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടിയും വരും. അപ്പോൾ അവിടെ എന്തായിരിക്കും? നമ്മുടെ ചെലവ് കൂടുകയാണ്. നമുക്ക് കിട്ടേണ്ട ഡിസ്കൗണ്ടും കിട്ടുന്നില്ല, നേരെ മറിച്ച് നമ്മുടെ ചെലവ് എന്തായി? കോസ്റ്റ് എന്തായി? കൂടി. അപ്പോൾ അവിടെ എന്താണ്? ഹയർ കോസ്റ്റിന് ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ ട്രേഡ് ക്രെഡിറ്റിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റ് എന്ന സോഴ്സ് ഓഫ് ഫിനാൻസ് ഇനി നിങ്ങൾ മറക്കൂലല്ലോ. അതിൽ മെറിറ്റ്സും പഠിച്ചിട്ടുണ്ട്, ലിമിറ്റേഷൻസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ ശരി, താങ്ക്